ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ. രാക്ഷസരാജാവായ രാവണൻ്റെ രണ്ട് സഹോദരന്മാരാണ് കുംഭകർണനും വിഭീഷണനും. രാവണ യുദ്ധത്തിൽ കുംഭകർണനും വിഭീഷണനും വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിലകൊള്ളുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. രാവണൻ്റെ സീതാപഹരണത്തെക്കുറിച്ച്, രാമൻ്റെ സന്ദേശത്തെക്കുറിച്ച് ഒക്കെ സഭയിൽ സംസാരിക്കുമ്പോൾ പല രാക്ഷസന്മാരും രാവണൻ്റെ സ്തുതിപാഠകന്മാരായി തീരുകയും രാവണനോടൊപ്പം, രാവണൻ്റെ തിന്മകളോടൊപ്പം നിലനിന്നുകൊണ്ട് രാവണനെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്നത് രാമായണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. തൻ്റെ അശോകവനിയിൽ തടവിലാക്കിയിരിക്കുന്ന സീതയെ എന്തുകൊണ്ട് ബലാത്കാരം ചെയ്തുകൂടാ എന്ന് രാവണനോട് ആവശ്യപ്പെടുന്ന മഹാപാർശ്വൻ എന്ന കിങ്കരൻ പോലും രാവണൻ്റെ സഭയിലുണ്ട്. ഇത്തരത്തിൽ സ്തുതിപാഠകന്മാരുടെ പ്രേരണയിൽ അഭിരമിച്ച് നിലകൊള്ളുന്ന രാവണനെ തിരുത്താനാണ്, സീതാപഹരണം ഒരു തെറ്റായ കാര്യമാണെന്നും സീതയെ രാമന് തിരികെ കൊടുത്ത് ക്ഷമാപണം നടത്തുകയാണ് വേണ്ടതെന്നും രാവണനോട് ഉപദേശിക്കാൻ ആർജവം കാണിക്കുന്ന ആളുകളാണ് രാവണൻ്റെ രണ്ട് സഹോദരന്മാരും, കുംഭകർണനും വിഭീഷണനും. എന്നാൽ പിന്നീട് രാമരാവണ യുദ്ധം അനിവാര്യമാകുന്ന സമയത്ത് കുംഭകർണൻ രാവണപക്ഷത്ത് നിന്ന് പോരാടി രാവണനു വേണ്ടി, ലങ്കയ്ക്ക് വേണ്ടി വീരമൃത്യു വരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. വിഭീഷണനാകട്ടെ രാമപക്ഷത്തേക്ക് പ്രയാണം ചെയ്തതായി നമുക്ക് കാണാൻ സാധിക്കും. കുംഭകർണ വിഭീഷണന്മാർ വ്യത്യസ്തങ്ങളായിട്ടുള്ള തലങ്ങളിൽ നിലകൊള്ളുന്നത് എന്തുകൊണ്ടാണ് എന്ന് പരിശോധിക്കുന്നത് കൗതുകകരമാണ്. കുംഭകർണൻ രാവണനോട് സീതാപഹരണം തെറ്റായ കാര്യമാണെന്നും സീതയെ തിരികെ കൊടുക്കുകയാണ് വേണ്ടതെന്നും പറയുമ്പോൾ രാവണൻ ആ അഭിപ്രായത്തെ തള്ളിക്കളയുന്നു. തുടർന്ന് കുംഭകർണൻ തൻ്റെ അഭിപ്രായം താൻ പറഞ്ഞിരിക്കുന്നു. തൻ്റെ അഭിപ്രായം രാവണൻ്റെ നിലപാടിനോട് വ്യത്യസ്തതയുള്ളതാണെങ്കിൽ തന്നെയും രാവണൻ യുദ്ധത്തിനൊരുമ്പെടുന്ന നിലയിൽ, രാവണൻ്റെ അനുജൻ എന്ന നിലയിലും ലങ്കയിലെ രാജസേവകൻ എന്നുള്ള നിലയിലും രാവണനു വേണ്ടി നിലകൊള്ളാനും യുദ്ധം ചെയ്യാനും താൻ തയ്യാറാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുകയാണ്. ഇവിടെ കുംഭകർണൻ കൈക്കൊള്ളുന്നത് ഭൃത്യധർമ്മമാണ് എന്ന് കാണാൻ സാധിക്കും. അതേസമയത്ത് വിഭീഷണനാകട്ടെ സത്വഗുണപ്രധാനിയായ വിഭീഷണൻ രാവണനോട് രാവണൻ്റെ തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുകയും തെറ്റുകൾ തിരുത്തണമെന്ന് നിർബന്ധ ബുദ്ധി പിടിക്കുകയും ചെയ്യുന്നു. ആ തെറ്റു തിരുത്താൻ രാവണൻ തയ്യാറല്ലാതെ വരുന്ന സാഹചര്യത്തിൽ വിഭീഷണൻ രാവണപക്ഷത്തു നിന്ന് രാമപക്ഷത്തേക്ക്, അധർമ്മപക്ഷത്തു നിന്ന് ധർമ്മപക്ഷത്തേക്ക് പ്രയാണം ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇവിടെ വിഭീഷണൻ അവലംബിക്കുന്നത് സൂക്ഷ്മമായ ധർമ്മത്തെയാണ്. ആ സൂക്ഷ്മധർമ്മത്തെ അവലംബിച്ചുകൊണ്ട് രാക്ഷസപക്ഷത്തു നിന്ന് രാമപക്ഷത്തേക്ക് പ്രയാണം ചെയ്യുന്ന വിഭീഷണനാണ് പിന്നീട് രാക്ഷസ വംശത്തിൻ്റെ തന്നെ പിന്തുടർച്ചയ്ക്ക് കാരണമാകുന്നത് എന്ന് കാണാം. രാവണ യുദ്ധാനന്തരം രാവണൻ്റെയും കൂട്ടാളികളുടെയും വധത്തിനു ശേഷം, രാക്ഷസ വംശത്തിൻ്റെ പതനത്തിന് ശേഷം ലങ്കയുടെ ഭരണാധികാരിയായി വിഭീഷണനെയാണ് ശ്രീരാമൻ അവരോധിക്കുന്നത്. അപ്പോൾ ആ രാക്ഷസ വംശത്തിൻ്റെ തുടർച്ച കൈവരിക്കുന്നത് വിഭീഷണനിലൂടെയാണ്. ശ്രീരാമനെ അഭയം പ്രാപിച്ചതിലൂടെ, സാക്ഷാൽ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചതിലൂടെ, ഈശ്വര സന്നിധിയിലേക്ക് പ്രയാണം ചെയ്തതിലൂടെ വിഭീഷണന് തൻ്റെ വംശത്തിൻ്റെ നിലനിൽപ്പിന് കാരണക്കാരനാകാൻ സാധിച്ചു. കുംഭകർണനാകട്ടെ തൻ്റെ നിലപാടുകളിൽ ഉള്ള വ്യക്തത പുറപ്പെടുവിപ്പിക്കുകയും എന്നാൽ രാജസേവകൻ എന്ന നിലയിൽ ഭൃത്യധർമ്മം അനുഷ്ഠിച്ച് വീരമൃത്യു വരിക്കുകയും ചെയ്തു. വ്യത്യസ്ത ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും കുംഭകർണ വിഭീഷണന്മാർ തമ്മിൽ സൗഹൃദം പുലർത്തിയിരുന്നു എന്നത് യുദ്ധവേദികയിൽ അവർ തമ്മിലുള്ള സമാഗമ ദൃശ്യത്തിൽ നിന്ന് പോലും നമുക്ക് വ്യക്തമാകുന്നതാണ്. ഇപ്രകാരം ഭൃത്യധർമ്മത്തെയും സൂക്ഷ്മധർമ്മത്തെയും ധർമ്മത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളെ രാമായണ കഥ നമുക്ക് വരച്ചു കാണിച്ചു തരുന്നു. ഹരേ രാമ.
Relax. Redefine yourself. Green Planet Hotel, near Kannur Airport, Mattannur.